അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂ ദാവൂദ് സബക്ക് 7. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബാബും ഫിൽ അദ്വിയത്തിൽ മക്റൂഹത്തി. കറാഅത്താക്കപ്പെട്ടതായ മരുന്നുകളെ വിവരിക്കുന്നുള്ള ബാബാണ്. അദ്വിയത്ത് ദവാഇൻ്റെ ജംആണ് അദ്വിയത്ത്, മരുന്നുകൾ. ഖാല അബൂ ദാവൂദ റഹിമഹുല്ലാഹ് ഹദ്ദസനാ മുഹമ്മദ് ഇബ്നു ഉബാദത്ത അൽ വാസിത്തിയു ഖാല അഖ്ബറനാ യസീദ് ഇബ്നു ഹാറൂന ഖാല അഖ്ബറനാ ഇസ്മാഈൽ ഇബ്നു അയ്യാഷ് എന്ന് വായിക്കണം. തുടക്കത്തിൽ ഐനും അവസാനം ഷീനാണെങ്കിൽ അയ്യാഷ് എന്ന് വായിക്കണം. ഇത് തുടക്കത്തിൽ ഹംസും അവസാനം സീനാണെങ്കിൽ ഇയാഷ് എന്ന് വായിക്കണം, ഷത്തില്ലാതെ ഇയാഷ്. നമ്മുടെ ഉസ്താദന്മാർ തൻബീ ചെയ്യാറുണ്ട്, ഉണർത്താറുണ്ട്. അൻ സഅലബത ബിനി മുസ്ലിമിൻ അൻ അബി ഇമ്രാൻ അൽ അൻസ്വാരി അൻ ഉമ്മി ദർദാ അൻ അബി ദർദാ അന്നഹു ഖാൽ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, എന്ത്? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസല ദാഅ വ ദവാഅ, രോഗത്തിനെയും മരുന്നിനെയും ഇറക്കി. രോഗം ഇറക്കിയതാരാ? അല്ലാഹ്. മരുന്നിനെയോ? അതും അല്ലാഹ്. വജഅല ലികുല്ലി ദാഇൻ, എല്ലാ രോഗത്തിനും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് ദവാൻ, മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു രോഗം അല്ലാഹു ഇറക്കുകയാണെങ്കിൽ അതിനെന്തുണ്ടാവും? മരുന്നുണ്ടാവും. ചില രോഗത്തിന് നമുക്ക് മരുന്ന് എത്തിപ്പെടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആയതിനാൽ ഫതദാവോ, നിങ്ങൾ ചികിത്സിക്കുക. വല തതദാവോ ബി ഹറാമിൻ, ഹറാമ് കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്. ഹലാലായ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചികിത്സിക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല അബൂ ദാവൂദ റഹിമഹുല്ലാഹ് ഹദ്ദസനാ മുഹമ്മദ് ഇബ്നു കസീരിൻ ഖാല അഖ്ബറനാ സുഫിയാൻ അൻ ഇബ്നി അബി ദഅബിൻ അൻ സഈദ് ബിൻ ഖാലിദ് അൻ സഈദ് ബിൻ അൽ മുസയ്യിബ് അൻ അബ്ദുറഹ്മാൻ ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്ന തബീബൻ, തീർച്ചയായും ഒരു ഡോക്ടർ, വൈദ്യർ, സഅല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് ചോദിച്ചു, അനിൽ ഇഫ്തായി, തവളയെക്കുറിച്ച് ചോദിച്ചു. എന്തിനെക്കുറിച്ച്? തവള. എങ്ങനെ തവള? യജഅലുഹ, ആ തവളയെ അവനാക്കും, തൊബീബാക്കും, ഫിദവാൻ, മരുന്നിലാക്കും. മുത്തനബിയോട് ചോദിച്ചു, ഞാനൊരു മരുന്നുണ്ടാക്കണം, ഒരു കൂട്ടുണ്ടാക്കുക, അതിലേക്ക് തവളയെ ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫന ആഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അൻ ഖത്ലിഹ, ആ തവളയെ കൊല്ലലിനെ തൊട്ടന്നെ മുത്തനബി എന്താ വിലക്കി. തവള കൊന്നിട്ടല്ലേ പിന്നെ അതിൻ്റെ കൂട്ടം മറ്റേ കാര്യം കൂട്ടിലേക്ക് മരുന്നിലേക്ക് ചേർക്കുക. കൊല്ലാൻ തന്നെ പറ്റൂലെന്ന് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ കൊല്ലാൻ പറ്റൂലെന്ന് പറഞ്ഞത് മ്ലേച്ഛമായൊരു സംഗതിയാണ് ഈ തവള, അല്ലെങ്കിൽ നജസായ സംഗതിയാണ്. ഈ രണ്ട് കാരണത്താണ് മുത്തനബി വിലക്കിയത്. قال أبو داود رحمه الله حدثنا هارون بن عبد الله قال حدثنا محمد بن بشير قال حدثنا يونس بن أبي إسحاق عن مجاهد عن أبي هريرة رضي الله عنه أنه قال نهى رسول الله صلى الله عليه وسلم, അള്ളാഹിൻ്റെ റസൂൽ വിലക്കി, അനി ദവാഇൽ ഖബീസ്, ഖബീസായ മരുന്നിനെ തൊട്ട്, ദവാനെ തൊട്ട് വിലക്കി. ഖബീസ് എന്നതുകൊണ്ട് ഉദ്ദേശം ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുമ്മാണ്, വിഷവുമായി ബന്ധപ്പെട്ട് കലർന്നതായ മരുന്നാണ്. അല്ല, ചില ആളുകൾ ഹറാമുമായി, ചില ആളുകൾ ഇമാമികൾ പറഞ്ഞു നജസ്സുമായി, ചില ഇമാമികൾ പറഞ്ഞു പ്രകൃതിയാൽ മോശമായി തോന്നുന്ന ഖബീസായ മരുന്നുകളാണ് ഉദ്ദേശം. എന്തായിരിക്കട്ടെ, ഖബീസായ മരുന്നുകളെ തൊട്ട് അള്ളാഹിൻ്റെ റസൂൽ വിലക്കി. ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.